കോഴിക്കോട് കൊയിലാണ്ടിയിൽ 3 MBBS വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഈ അപകടത്തിൽ ദുരൂഹതയെന്ന് സംശയം. വിശദമായ അന്വേഷണം നടത്താൻ പോലീസിന്റെ തീരുമാനം. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചു എന്ന സംശയവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഷാഹിദ് റഹ്മാൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഷാഹിദ് റഹ്മാൻ, ഒന്ന് വിശദീകരിക്കൂ, ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഇതേപോലെ ഒരു ചെറിയ സ്കൂട്ടറിൽ ഇടിച്ചാൽ 3 പേർ മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നിയിരുന്നതാണ്. അത്ര വലിയ ഗർത്തത്തിലേക്കോ കൊക്കയിലേക്കോ ഒന്നും വീണിട്ടില്ല, നമ്പർ 1. 2, ആ വണ്ടിക്കും കാര്യമായ പരിക്ക് പറ്റിയതായിട്ട് കാണാൻ പറ്റുന്നതുമില്ല. എങ്ങനെയാണ് 3 പേരുടെ മരണം സംഭവിച്ചത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ? എന്താണ് നമ്മൾ നാട്ടുകാർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഷാഹിദ് റഹ്മാൻ? തീർച്ചയായും ഡോക്ടർ അരുൺ ഉന്നയിച്ച അതേ സംശയമാണ് ഇവിടെയുള്ള നാട്ടുകാർക്കുമുള്ളത്. കാരണം നമ്മൾ നിൽക്കുന്നത് ഈ കുറവങ്ങാട് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. ഈ റോഡിന്റെ എതിർവശത്താണ് ഈ അപകടം നടന്നത്. അവിടെ ആ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, അങ്ങനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഈ ബൈക്കിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 3 പേര് ഇടിച്ച് ഇവിടേക്ക് വീഴുന്ന ഘട്ടത്തിലും നമുക്ക് ഈ ഓവുചാൽ കാണാം. അങ്ങനെ വലിയ ഗർത്തമുള്ള ഇടമൊന്നുമല്ല, സാധാരണഗതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഓവുചാലാണ്. പക്ഷേ ഈ ബൈക്കിന്റെ പുറകുവശമാണ് തകർന്നിരിക്കുന്നത്. മുൻവശത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതാനും. അപ്പോൾ ഏത് തരത്തിലാണ് ഈ വാഹനം ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിക്കുന്ന ഘട്ടത്തിൽ ഈ 3 പേരുടെ മരണത്തിനിടയാക്കിയത് എന്ന കാര്യമാണ് സംശയം. ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് KL 29V3012 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസുണ്ട്, DYSP ഉണ്ട്, അതുപോലെ തന്നെ CI ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മൾ റൂറൽ SPയിൽ നിന്നുമാണ് ഈ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചത്. CI കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ പോലീസ് ഇപ്പോൾ എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെയുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട അവർ ഉന്നയിക്കുന്ന സംശയം എന്താണ് എന്നുള്ളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് വണ്ടീൻ്റെ പുറകിൽ ഇടിച്ചതാണ് എന്ന തരത്തിലൊരു സംശയം നിങ്ങൾക്ക് ഉയരാനുള്ള ഒരു കാരണം? അത് വണ്ടിക്ക് പുറകിലുള്ള വണ്ടീൻ്റെ മുകളിലുള്ള ഒരു പരിക്ക് കണ്ടിട്ടാണ് അത് ബോധ്യപ്പെടുന്നത്. അല്ലാതെ ഇതാരും കണ്ട നേരിട്ടുള്ള സാക്ഷികൾ ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ സമീപത്തുള്ള CCTVകളിലൊന്നും ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. ഉള്ള CCTVൻ്റെ ഫ്രെയിം കിട്ടുന്നില്ല. മറ്റൊരു CCTVനകത്തുള്ളത് ഇവരെ രക്ഷപ്പെടുത്താൻ വന്ന ആംബുലൻസ് വന്ന് ഇവരെടുക്കുന്ന ഒരു വിഷ്വലാണ് കിട്ടുന്നത്. അതേസമയം സംഭവത്തിൻ്റെ ഇതെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് പോലീസും മറ്റുമൊക്കെ അതിൻ്റെ സംഭവം നോക്കുന്നുണ്ട്. ഈ ബൈക്കിന്റെ പുറകിലാണോ? അതെ, അതായത് ഒരു സ്വാഭാവികമായിട്ട് ഒരു വണ്ടി വന്നിടിച്ച് ആ വാഹനത്തിലുള്ള 3 പേര് ഒരുപോലെ ഇങ്ങനെ അത് മരണപ്പെടുക എന്ന് പറയുന്നതിൽ നമുക്കുള്ളൊരു സംശയം. അതേസമയം വണ്ടിക്ക് പുറകിൽ ഇങ്ങനെ ഒരു ഡാമേജ് കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് സാധാരണ നിലയ്ക്കുള്ളൊരു യുക്തി മാത്രമാണത്. തീർച്ചയായും അരുൺ, അതാണ് ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഈ വണ്ടിയുടെ പുറകിലാണ്, ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്, വണ്ടിയുടെ പുറകിലാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. വണ്ടിയുടെ പുറകാണ് തകർന്നിട്ടുള്ളത്. പക്ഷേ മുൻവശത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ വണ്ടി ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ 3 പേർ മരിക്കുക എന്ന ഒരു സ്വാഭാവിക ഉന്നയിക്കുന്നത്? പോലീസ് CCTV ദൃശ്യങ്ങൾ പല ഭാഗത്തു നിന്നും ശേഖരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം അത് സംബന്ധിച്ച ഇതുവരെ ഒരു വ്യക്തത പോലീസ് നൽകിയിട്ടില്ല. ഈ മരിച്ച 3 MBBS വിദ്യാർത്ഥികളുടെ പേരുകൾ ഇങ്ങനെയാണ്: നന്ദകിഷോർ, അതുപോലെ തന്നെ അഭിനവ് എന്നിങ്ങനെയാണ് ഈ 3 വിദ്യാർത്ഥികളാണ്. ഇതിൽ ഒരു വിദ്യാർത്ഥി കൊല്ലം സ്വദേശിയാണ് എന്നുള്ളത് അവരുടെ സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ ഏത് സ്വദേശികളാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതിൽ ഒരു വിദ്യാർത്ഥി ബർമുഡ മാത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രദേശത്ത് എവിടെയെങ്കിലും, അതായത് കടലിലോ മറ്റോ കുളിച്ചിട്ട് വരുന്നതായിരിക്കാം എന്ന ഒരു സംശയവും ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥി ഈ അപകടം പറ്റി കിടക്കുന്ന സമയത്ത് ഒരു ബർമുഡ മാത്രമാണ് ധരിച്ചത്. മാത്രമല്ല നനവുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ എന്ന കാര്യവും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് നിലവിൽ CIയിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതിന് ലഭ്യമല്ല. CI നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ മോശമായ രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ റൂറൽ SPയെ വിളിച്ച് റൂറൽ SPയിൽ നിന്നുമാണ് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ്, DYSP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരും ഇവിടെയുണ്ട്. എന്തായാലും ഇതിന്റെ അന്വേഷണം വിശദമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയത്തിനിടയാക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോലീസ് എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. പരമാവധി എല്ലാ ഇടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് വരികയാണ്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. ആ അപകടം കണ്ടപ്പോൾ പ്രേക്ഷകർക്കൊരു സംശയം തോന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നി, എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളതാണ്.
അപകടം സംഭവിക്കാം. ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ തല ശക്തമായിട്ട് അടിച്ചാൽ ചെറിയ അപകടമാണെങ്കിലും മരണം സംഭവിക്കാം. പക്ഷേ ഇത് ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ 3 പേർ പോകുന്നു. അതിൻ്റെ പുറകുവശത്ത് മാത്രം ഒരു വാഹനം ഇടിച്ചതിൻ്റെ പാട് കാണുന്നു. 3 പേർക്കും മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത നാട്ടുകാർ സംശയിക്കുന്നത് പോലെ നമുക്കുമുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങളും അതാണ് നമ്മളോട് പറയുന്നത്. ഈ കുട്ടികളെ പ്രത്യേകിച്ച് ഈ രാത്രികാലങ്ങളിലേക്ക് എവിടെ പോവാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പുതിയ തലമുറയിലെ പിള്ളേരാണെങ്കിൽ വീട്ടുകാർക്കാണെങ്കിൽ ഇവരെ ഓർത്തിട്ട് അങ്ങോട്ട് ടെൻഷനാണ്. രാത്രിയൊക്കെ വിളിച്ചാൽ ചില സമയത്ത് ഫോണും എടുക്കത്തില്ല. ഇതേപോലുള്ള അവസ്ഥയാണ്. പിള്ളേർ ചിലപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് ചില്ല ഔട്ട് ചെയ്യാൻ പോയതായിരിക്കാം. പക്ഷേ എന്നാലും ഇതൊക്കെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. വീട്ടിൽ തീ നിന്ന് കഴിയുന്ന മനുഷ്യരുണ്ട്.